ജീവിതത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ്. കാരണം വേണുഗാനമാവുമ്പം എളുപ്പമുണ്ട്, എല്ലാവരെയും എളുപ്പം സന്തോഷിപ്പിക്കാൻ പറ്റും. സകല ജീവജാലങ്ങൾക്കും സന്തോഷമാണ്. സംഗീതത്തിന് അങ്ങനെ ഒരു വലിയൊരു കഴിവുണ്ട്, എല്ലാവർക്കും ഇഷ്ടാവും. അതാണ് സംഗീതത്തിൻ്റെ പ്രത്യേകത. പ്രഭാഷണത്തിന് അത്രയൊന്നുമില്ല. 2-2.5 മണിക്കൂർ നമ്മൾ പ്രഭാഷണം ചെയ്തു, ഒപ്പമുള്ള ആളൊരു പാട്ട് പാടിയാൽ 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പാട്ട് പാടിയ ആളോട് പറയും നന്നായി പാടി. നമ്മളെ പ്രഭാഷണം അങ്ങനെ അല്ല, അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ തന്നെയാണ്. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ഭണി എന്നാണ്. പാട്ടിന് അങ്ങനെ ഒരു കഴിവുണ്ട്, ആർക്കും മനസ്സിലാവും, പ്രത്യേകിച്ചൊന്നും വേണ്ട. ശിശുർവേത്തി കുട്ടികൾക്ക് മനസ്സിലാവും. ചെറിയ കുട്ടി അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ഉറങ്ങണത്. പാട്ടിങ്ങനെ പാടുമ്പം അങ്ങനെ അത് കേട്ടോണരും. എന്തൊരു ട്യൂണ് മതി, വരിയൊന്നും വേണ്ട, മൂളിയാൽ മതി. ശിശുർവേത്തി പശുർവേത്തി മൃഗങ്ങൾക്ക് മനസ്സിലാവും, പാമ്പിന് പോലും മനസ്സിലാവുന്നതാണ്. വേത്തി ഗാനരസം ഭണി, എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പാടുകയല്ല, നേരെ മറിച്ച് വേണുടുത്ത് മൂള്. അതാണ് ആ പാട്ട്. ആ ഒരു മുളന്തൻ്റെ അടുത്ത് ചുണ്ടോട് ചേർത്ത് ഭഗവാൻ മനോഹരമായിട്ട് വേണുഗാനം ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ സകലരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ വേണുഗാനം ചെയ്യുന്നു. ഇത് അവർ ഗോപസ്ത്രീകൾ വീട്ടിലിരുന്ന് കാണുക. എങ്ങനെ കണ്ടു? മനസ്സുകൊണ്ട് കാണുകയാണ്. ശരിക്കും കാണുന്നത് ഗോപക്കുട്ടളാണ്. അവർ കാണുന്നേക്കാൾ നന്നായിട്ട് ആര് കാണുന്നുണ്ട്? മനസ്സിൽ അവർ കാണുന്നുണ്ട്. അവർ പറയുകയാണ്, ഇപ്പം പുറപ്പെട്ടിട്ടുണ്ടാവും. തത് പ്രജസ്ത്രീയ ആശ്രുത്യ വേണുഗീതം സ്മരോദയം കാശ്ചിത് പരോക്ഷം, പ്രത്യക്ഷത്തിലല്ല, പരോക്ഷം കൃഷ്ണസ്യ സ്വസഖീഭ്യോ അന്വവർണ്ണയൻ, തൻ്റെ കൂട്ടുകാരികളോട് പറയണം. ഇപ്പോൾ കൃഷ്ണൻ പുറപ്പെട്ടു പോയിട്ടുണ്ടാവും, ആ പാറയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും. കുട്ടികളിപ്പോൾ കൊണ്ടുവന്ന വേഷ്ടിയൊക്കെ തോളിലിടുന്നുണ്ടാവും. നടവരവപുഹു കർണയോ കർണികാരം, ചെവിയിലുള്ള കുണ്ടലങ്ങൾ മാറ്റി അവർ മഞ്ഞ നിറമുള്ള ആ കൊന്നപ്പൂവ് ചെവിയിൽ വെച്ചിട്ടുണ്ട്. ശിരസിലുള്ള ആ കിരീടെടുത്ത് മാറ്റി. എന്തിന് ഈ കനം കൃഷ്ണ? എത്ര പ്രയാസമുണ്ട് ഈ കനം, ചട്ടിയൊക്കെ കമഴ്ത്തി വെച്ചതുപോലെ. അതെടുത്ത് മാറ്റി അതിന് പകരം മയിൽപ്പീലി, ബർഹാപീഠം. മയിൽപ്പീലി ആകുമ്പോൾ ആർക്കും സമർപ്പിക്കാമല്ലോ. സ്വർണ്ണ കിരീടമൊക്കെ ആകുമ്പോൾ കാശുള്ളവർക്ക് മാത്രമേ സമർപ്പിക്കാൻ പറ്റുള്ളൂ. മയിൽപ്പീലി ആകുമ്പോൾ പിന്നെ എളുപ്പത്തിൽ കിട്ടും കാട്ടുന്നു. അതുകൊണ്ട് ദരിദ്രർക്കും സമർപ്പിക്കാം, അത് മതി. അത് ശിരസിൽ വെച്ചു. കർണയോ കർണികാരം ബിഭ്രദവാസഹ കനക കപിശം വൈജയന്തിയും ചമാലാം. ആ കാളിൽ നിന്ന് വെള്ളമെടുത്ത് കൊണ്ടുപോയി ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ പാറയുടെ മുകളിൽ ഉരച്ച് അതിൽ നിന്ന് വരുന്ന നിറം, പലതരത്തിലുള്ള നിറം, പച്ച, മഞ്ഞ, അതൊക്കെ ഭഗവാന്റെ മുഖത്തങ്ങനെ തേക്കും. ഇങ്ങനെ അവർ ആ ഭഗവാനെ നല്ലോണം അലങ്കരിച്ച് ഭഗവാന്റെ കൂടെ അങ്ങനെ ചുറ്റുമിരിക്കും. ഇങ്ങനെ തന്നെ അലങ്കരിച്ച് തനിക്ക് കൈങ്കര്യം ചെയ്യണ ഈ കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് ഭഗവാൻ തൻ്റെ ആ അരയിൽ വെച്ച ഓടക്കോളെടുത്ത് ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് വേണുഗാനം ചെയ്യുകയാണ്. ആ ഗോപികൾ ചോദിക്കുകയാണ്, ആ മുളന്തണ്ട് എന്ത് പുണ്യം ചെയ്തു? ഗോപ്യാഹ കിമാചരദയം കുശലം സ്മ വേണു ദാമോദരാധരസുധാം അപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യഥവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വജോ അശ്രുമുചുഹു തരവോ യഥാര്യാഹ. ആ മുളന്തണ്ടെന്ത് പുണ്യം ചെയ്തു? ഭഗവാന്റെ ചുണ്ടോടെ ചേർന്ന് നിൽക്കാൻ അതിന് സാധിക്കുന്നുണ്ടല്ലോ. ആ മുളന്തണ്ടിനോട് പ്രാർത്ഥിക്കുക, നീ കഴിച്ചതിൻ്റെ ബാക്കി പ്രസാദം ഞങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക? ഞങ്ങൾക്കത് സാധിച്ചിട്ടില്ലല്ലോ. എന്ത് പുണ്യം ചെയ്തു ആ മുളന്തണ്ട്? ശരിക്കും പറഞ്ഞാൽ മുളന്തണ്ടും ഓടക്കോളും മനുഷ്യ ശരീരവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. മനുഷ്യ ശരീരത്തിന് 9 ദ്വാരങ്ങളാണ്. ലക്ഷണമൊത്ത ഓടക്കോളിനും 9 ദ്വാരങ്ങളാണ് ഉണ്ടാവുക. 4 വിരൽ ഇവിടെ വയ്ക്കാനും 4 വിരൽ അവിടെ പെട്ടെന്നായി, ഒന്നുപടിയും ചുണ്ടിനുകൊണ്ട്. അങ്ങനെ 9 ദ്വാരങ്ങളുണ്ടാവും. 9 ദ്വാരം തന്നെയാണ് ശരീരത്തിനും. നമ്മുടെ ഈ ശരീരമാകുന്ന ഓടക്കോഴ ഭഗവാന് കൊടുക്കുക വേണ്ടത്. അതിനാണ് നമ്മളിപ്പോൾ ജനിച്ചത് തന്നെ. പക്ഷെ ഇപ്പം നമ്മൾ കൊടുത്താലും ഭഗവാൻ വാങ്ങില്ല. കാരണം ഓടക്കോഴ് നല്ല ഓടക്കോഴ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല. അത് പാകത്തിന് ശ്രുതി ചേർന്ന് വൃത്തിയിൽ വായിക്കാൻ പറ്റണ്ടേ? അതിനെന്ത് വേണം? ഉള്ളിൽ കഴമ്പൊന്നും പാടില്ല. ഓടക്കോഴാവണത് എങ്ങനെയാണ്? ഉള്ളിൽ കഴമ്പൊക്കെ ഒഴിവാകുമ്പോഴേ ഓടക്കോഴലാവുള്ളൂ, നല്ലോണം വിളിക്കാൻ പറ്റുള്ളൂ, നല്ല ഗാനം, മധുരമായിട്ടുള്ള ഗാനം വരുള്ളൂ. ഇപ്പം നമ്മളെ കിട്ടിയാലും ബുദ്ധിമുട്ടാണ്. ഉള്ളിൽ കാമം, ക്രോധം, മോഹൻ, ലോഭം, ഈർഷ്യ, അസൂയ, കുനിഷ്ട്, കുശുമ്പും ഇങ്ങനെ കഴമ്പ് നിറച്ച് വെച്ചതാണ്. അതൊക്കെ അങ്ങനെ 7 ദിവസം കേട്ട് സപ്താഹം ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ പോയി ഉള്ള ശുദ്ധമായാൽ ആര് സ്വീകരിക്കും? പിന്നെ നമ്മൾ കൊടുക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോയിക്കോളും. ശുദ്ധമായ മനസ്സാണ് ആർക്ക് വേണ്ടത്? ഭഗവാന് വേണ്ടത്. വെണ്ണ എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ശുദ്ധമായ മനസ്സെന്ന് കാണിക്കാനാണ് വെളുത്ത വെണ്ണ എന്ന് പറയുന്നത്. അത് ഉറിയിൽ കെട്ടി തൂക്കുക പറഞ്ഞ ഉയർന്ന മനസ്സ് ആണ്, വേണ്ടാത്ത വിചാരമില്ലാത്ത മനസ്സ്. ചിത്തചോര യശോദ കേബാൽ നവനീത ചോര ഗോപാൽ ആണ്. ചിത്തചോരനാണ്, വെറും വെണ്ണയല്ല എടുക്കണത്. അതും പഴയ വെണ്ണ എടുക്കില്ല, നാറ്റ വെണ്ണൊന്നും എടുക്കില്ല, ദുർവാസനയുള്ളത് ഭഗവാന് വേണ്ട. അതാണ് നമ്മൾ കൊടുത്താലും വാങ്ങില്ല. അതാണ് ചില ഗോപികൾ കൊടുക്കും, വേണ്ട എന്ന് പറഞ്ഞു. ഒളിപ്പിച്ച് വെച്ചത് അഷ്ടം എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാതെ വെച്ച ഭാവമാണ് ആർക്കിഷ്ടം. നമ്മളിത് പലർക്കും കൊടുത്തതാ മനസ്സേ. ആർക്കും കൊടുക്കാതെ ഭഗവാന് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ്. അതാണ് ആര് കൊണ്ടുപോവുക? ഭഗവാൻ കൊണ്ടുപോവുക. അതാണ് കഥ കാണിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ആരാ ഈ ഓടക്കുഴൽ ചോദിച്ചാൽ ഭക്തന്മാർ പറയും അത് പരമശിവനാ. വൃന്ദാവനം ഈ ഭഗവാന്റെ ലീല ആരംഭിച്ചപ്പം കൃഷ്ണനായിട്ട് അവതരിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ശിവനും പാർവതിയും തമ്മിൽ ചർച്ച. പാർവതി പറഞ്ഞു ഞാൻ ഉറപ്പിച്ചു, ഞാൻ പൊഞ്ചിലമ്പായിട്ട് പോകും, എന്നാൽ പിന്നെ ഭഗവാന്റെ പാദത്തിൽ അങ്ങനെ ചേർന്നിരിക്കാം. ശിവൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എന്താവും, ആ ചാൻസ് പോയി, ഇനിയിപ്പോൾ എന്തായിട്ടാ വരിക, ശരി ഓടക്കുഴലാവാം, ഞാൻ ഓടക്കുഴലാവുമെന്ന് പറഞ്ഞു. പാർവതി പറഞ്ഞു ഓടക്കുഴലായ ചെറിയ കുഴപ്പമുണ്ട്, ആ സ്ക്രിപ്റ്റ് അങ്ങ് വായിച്ചില്ലേ, അതിൽ 11 വയസ്സ് വരെ കൂടെ ഉണ്ടാവുള്ളൂ. മധുരയ്ക്ക് പോകുമ്പോൾ ഓടക്കുഴൽ ഇവിടെ വെച്ചിട്ടാണ് പോവുക. പിന്നെ ഭഗവാന്റെ കയ്യിൽ ഓടക്കുഴലില്ല, ശംഖപാണിർ മുകുന്ദ ആണ്. പിന്നെ മുകുന്ദൻ്റെ കയ്യിൽ ശംഖയുള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. പാദസരം പിന്നെ അങ്ങനെയല്ല, 125 വയസ്സ് വരെ ഒപ്പം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ശിവൻ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് കാലേ ഉള്ളൂവെങ്കിലും കുഴപ്പമില്ല, ചുണ്ടോട് ചേർന്ന് നിൽക്കാമല്ലോ, നിനക്കത് പറ്റുമോ, നിനക്ക് കാലുമ്പിലിരിക്കാനല്ലേ പറ്റുള്ളൂ ആണ്. ഇത് കുറച്ച് കാലമാണെങ്കിൽ എന്താ, ഭഗവാന്റെ ചുണ്ടോട് ചേർന്ന് നിൽക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത്രേ പരമശിവനാണ് ഓടക്കുഴലായിട്ട് വന്നത്. വേണുഗാനം ചെയ്യുക പറഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ ശിവപൂജ, അതാണെന്ത്, അതാണ് വേണുഗാനം. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ സൽക്കരിക്കില്ലേ, അന്ന് അവിടെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ നല്ല കട്ടിൽ കൊടുക്കണം, കിടക്കാൻ കൊടുത്തു, നല്ല കട്ടിൽ. എവിടെ ഇരുത്തി, എവിടെയാണ് കിടക്കുന്നത്, ഭഗവാന്റെ കയ്യിലാണേ, ആണ് നല്ല കട്ടിൽ, പാൽപ്പത പോലത്തെ മെത്ത, നല്ല സൗകര്യം. പോരാ തല വയ്ക്കാൻ തലേണ വേണം, ചുണ്ട്, അവിടെയാണ് ശിവൻ തല വയ്ക്കുന്നത്. പോരാ കാലൊഴിഞ്ഞു കൊടുക്കണം, അതാണ് വിരൽ കൊണ്ട് എന്ത് ചെയ്യേണ്ടത്, കാലൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പോരാ ഫാനിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഊതല്ലോ. ഇങ്ങനെ ശിവനെ പൂജിക്കുകയാണ് ആര്, ആ വിഷ്ണു ഭഗവാൻ. അതാണ് വേണുഗീതം. ധന്യാസ്മൂഢമതയോപി ഹരിണ്യേതാ യാനന്ദനന്ദനമുപാത്ത വിചിത്രവേഷം. ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള വേഷവും ആ വേണുഗാനവും കാണാനും കേൾക്കാനും ആർക്ക് സാധിക്കുന്നുണ്ട്, ആ മൂഢമതികളായിട്ടുള്ള മാനുകൾക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ പേരെന്നെ നോക്കിയാൽ അറിയാം പുണ്യം ചെയ്ത ജന്മ. കാരണം ആൺമാന് സംസ്കൃതത്തിൽ പറയാം കൃഷ്ണസാരഹ ആണ്, കൃഷ്ണസാരൻ. അതിൽ പേരിൽ എന്തുണ്ട്, കൃഷ്ണ ശബ്ദമുണ്ട്. പെൺമാൻ എന്താ പറയുക, ഹരിണി, അതിലെന്തുണ്ട്, അതിൽ ഹരി ശബ്ദമുണ്ട്. ആ പേരിൽ തന്നെ നോക്കൂ, ഇവർ രണ്ടുപേരും കൂടിയും അതാണ് ധന്യാസ്മ മൂഢമതയോപി ഹരിണ്യ ഏതാ യാനന്ദനന്ദനമുപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാരാഹ. ഒറ്റയ്ക്കല്ല, ഹരിണിയും കൃഷ്ണസാരനും കൂടി, ഭാര്യയും ഭർത്താവും കൂടി വന്ന് ആ ഭഗവാന്റെ വേണുഗാനം അങ്ങനെ കാണുന്നു, കേൾക്കുന്നു. അവരങ്ങനെ നോക്കുന്നത് കണ്ടാൽ, രണ്ടുപേരും കൂടി അങ്ങനെ കണ്ണുകൊണ്ട് അങ്ങനെ ഭഗവാനെ പാദാദികേശം അങ്ങനെ നോക്കുന്നത് കണ്ടാൽ പൂജാം ദധുർവിരചിതാം പ്രണയാവലോകൈഹി, നോട്ടം കൊണ്ട് ദീപാരാധന കഴിക്കുകയാണ് തോന്നുന്നു. അങ്ങനെ ആരതി ഒഴിയും പോലെ. എന്ത് ഭാഗ്യം ചെയ്തു. നമ്മളൊക്കെ വിഡ്ഢികളാന്ന് പറയുന്നുണ്ടാവാം, മാന്യം കഴുതയൊക്കെ നമ്മൾ വിവരമില്ലാത്ത ജന്തുവിൻ്റെ കൂട്ടത്തിലെ ഉൾപ്പെടുത്തുക. ആയിക്കോട്ടെ, വിവരം വേണ്ട, എന്നാലും ഭഗവാനെ കാണാനും ഭഗവാന്റെ വേണുഗാനം കേൾക്കാനും അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷം ഉത്തഭിത കർണപുടൈഹി പിബന്ധ്യഃ. ആ പശുക്കളെ ഭാഗ്യം നോക്കൂ, അയവറക്കാൻ പോലും മറന്നു അവർ. എപ്പോഴും അയവറക്കിക്കൊണ്ടിരിക്കുന്ന ജന്തുവാണ് പശു. ചവയ്ക്കാൻ മറന്നു, വായന്ന് പുല്ലങ്ങനെ കൊഴിഞ്ഞു പോവുക, ചെവി കൂർപ്പിച്ച് വേണുഗാനം അങ്ങനെ കേൾക്കുകയാണ്, കണ്ണും നാനന്ദ കണ്ണീരങ്ങനെ ഒഴുകുകയാണ്. ചില പശുക്കൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പശുക്കുട്ടിക്ക്. പശുക്കുട്ടി അത് കുടിക്കണ സമയത്ത് കുടിക്കാൻ അത് മറന്നു, കവിളിൽ നിന്ന് അങ്ങനെ ഒഴുകുകയാണ് പാല്. ആ കുട്ടിയെ ശ്രദ്ധിക്കണത് എന്താ, വേണുഗാനം ആണ്. എന്താ അത്ഭുതം ആ വേണുഗാനം. ക്രൂരമൃഗങ്ങൾക്കൊന്നും പിന്നെ ശത്രുതയില്ല, ഒന്നുമില്ല. കടിച്ച് കീറാൻ വരുന്ന ആ സിംഹം മുയലിൻ്റെ അടുത്ത് വന്ന് നക്കിത്തോർത്തി പോവുകയാണ്. ഇത് കണ്ട് ബ്രഹ്മാവ് അത്ഭുതപ്പെടുക, ഞാൻ ഇവരെ സൃഷ്ടിച്ചത് ഇങ്ങനെയല്ലല്ലോ ആണ്. പരസ്പരം വൈരം മറന്ന് അവരങ്ങനെ കഴിയുകയാണ്. ഇത് കണ്ട് അത്ഭുതപ്പെടുക, അതാണ് വേണുഗാനത്തിൻ്റെ പ്രത്യേകത. പ്രായോപതാമ വിഹഗ മുനയോ വനേസ്മിൻ കൃഷ്ണേക്ഷിതം തതുദിതം കളവേണുഗീതം ആരുഹ്യ ആണ് ശൃണ്വന്ത്യമീലിതദർശോ വികത അന്യവാച. ഈ കാണുന്ന പക്ഷികളൊന്നും പക്ഷികളല്ല. പക്ഷികളാണെങ്കിൽ ചലച്ചുകൊണ്ടിരിക്കണം, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം, നിവർന്നങ്ങനെ ഇരിക്കുക, കണ്ണടച്ചിരിക്കുക. ഇതൊക്കെ മുനയോവനേസ്മിൻ, മുനിമാരാ, ഋഷിമാരാ. അവരാ കാവ്യ വസ്ത്രവും കഴുത്തിൽ രുദ്രാക്ഷമാലയും ഭസ്മക്കുറി ഇട്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ടാൽ ഗോപികമാരാ വഴിക്ക് വരുമ്പോൾ കളിയാക്കുമെന്ന് പേടിച്ചിട്ടേ അവർ വേഷം മാറി പക്ഷികളായിട്ട് വന്നിരുന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അതല്ലേ വർത്തമാനം പറയാണ്ടിരിക്കുന്നത്. അല്ലെ പക്ഷികൾക്ക് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റൂ, മുനിമാർക്കല്ലേ പറ്റുള്ളൂ. മുനയോവനേസ്മിൻ കൃഷ്ണേക്ഷിതം തതുദിതം കളവേണുഗീതം ആരുഹ്യയേ ദ്രുമഭുജാൻ രുചിരപ്രവാളാൻ ശൃണ്വന്തി അമീലിതദർശോ വികതാന്യവാചഃ. നദ്യസ്തദാ തതുപധാര്യ മുകുന്ദഗീതമാവർത്തലക്ഷിത മനോഭവ ഭഗ്നവേഗ. ആ നദി, പുണ്യനദി, ആ യമുന എന്ത് ഭാഗ്യം ചെയ്തു. ഇടയ്ക്ക് വേണുഗാനം ചെയ്തുകൊണ്ട് ഭഗവാൻ പോയി ആ കാളിന്തിക്ക് കാലം കണ്ട് നീട്ടിവെക്കും. കാളിന്തിക്ക് എന്തൊരു സന്തോഷമാണ്. ഈ വേണുഗാനം കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം സമ്മാനമായിട്ട്. അതങ്ങനെ അന്വേഷിച്ചു.
തൻ്റെ ഓളങ്ങളാകുന്ന കൈകളെ കൊണ്ട് പരതി നോക്കി അങ്ങനെ ഒരു താമര കിട്ടി. അതങ്ങനെ ഒഴുക്കി കൊണ്ടുവന്ന് ആ വേണുഗാനം കഴിയുമ്പോഴേക്കും ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. കമലോപഹാരാഹ, ആ കമലം ഒരു സമ്മാനമായിട്ട് കൊടുക്കുക. ദൃഷ്ടുവാ തപേ വ്രജപശൂൻ സഹരാമ ഗോപൈഹി. എന്ത് ഭാഗ്യമാണ് ആ നീലമേഘത്തിനുള്ളത്. കൃഷ്ണനെ വെയിൽ കൊള്ളാൻ അത് സമ്മതിക്കില്ല. വേണുഗാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെയിൽ വരുമ്പോഴേക്കും ആര് വരും? ദൃഷ്ടുവാ തപേ വ്രജപശൂൻ സഹരാമ ഗോപൈഹി സഞ്ചാരയന്തം അനുവേണുമുദീരയന്തം. എവിടുന്ന അറിയില്ല, ഒരു നീലമേഘം വന്ന് ഭഗവാന് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ആ തണലിരുന്നിട്ടാണ് ഭഗവാൻ വേണുഗാനം ചെയ്യുന്നത്. ഹന്തായ മദ്രിടപള ഹരിദാസവര്യ. ആ ഗോവർദ്ധന പർവ്വതം എന്ത് പുണ്യം ചെയ്തു. രാമകൃഷ്ണ ചരണസ്പർശ പ്രമോദ. ഈ രാമകൃഷ്ണന്മാരുടെ ആ ചരണസ്പർശമേൽക്കാനുള്ള ഭാഗ്യം അതിനുണ്ടായില്ലേ? അത് കേവലം ഒരു പർവ്വതമൊന്നുമല്ല, അതിനെ പർവ്വതമൊന്നും വിളിച്ച് താഴ്ത്തരുത്. ഹരിദാസവര്യ, ഹരിദാസവര്യൻ നമ്മുടെ പരദേവതയാണത്. എന്നാണ് അതിരിക്കുന്നത് കണ്ടാൽ അറിയാം. ഒരു ഭക്തൻ ഭാഗവതം കേൾക്കുമ്പോൾ നിവർന്നിരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ടാര് ആ ഗോവർദ്ധന പർവ്വതം. അതിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരണ നദി കണ്ടാൽ മനസ്സിലാവും. ഭക്തന് ഭാഗവതം കേൾക്കുമ്പോൾ ആനന്ദ കണ്ണീരുണ്ടാവില്ലേ? അതാണ്. അതിൻ്റെ മുകളിൽ പോത്തു നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ കണ്ടാൽ ഭക്തന് ഭാഗവതം കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാവില്ലേ? അതുപോലെയാണ്. അതുകൊണ്ടത് കേവലം ഒരു പർവ്വതമല്ല. എന്ത് ഭാഗ്യം ചെയ്തു ആ പർവ്വതം. ഇങ്ങനെ പർവ്വതങ്ങളും വൃക്ഷങ്ങളും വള്ളികളും പൂക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഭഗവാനെ തന്നെ ഇങ്ങനെ സേവിക്കുമ്പോൾ ഇങ്ങനൊരു ജന്മം കിട്ടിയ നമ്മൾ മനുഷ്യജന്മ കിട്ടിയത്. ഭഗവാനെ സേവിക്കുന്നില്ലെങ്കിൽ അത് വെറുതെ ആവില്ലേ? അതുകൊണ്ട് ആ ഭഗവാനെ സ്വന്തമാക്കണം എന്ന ആഗ്രഹം അവർക്ക്